നമ്മളിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമ്മുടെ മക്കൾക്കൊന്നും മക്കളെ ജനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കോ മണ്ടത്തരം പറ്റി എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കെങ്കിലും മക്കൾ വേണം. ഈ ഒരു 3 മക്കളുള്ളവരൊക്കെ ഇന്ന് കൈവയ്ക്കുക ഇതിനകത്ത്. ഇവിടെ ഒത്തിരി പേരുണ്ടോ? എന്നാലും പോരാ കേട്ടോ, 3-1 പോലും ഇല്ല കൈതാത്തിന്. 4 ഉള്ളവർ കൈവക്കാവോ? വേണ്ടേ 2, 3. ഇനിയിപ്പോൾ 5 ഞാൻ ചോദിക്കുന്നില്ല. 5 ഉണ്ടോ ആർക്കെങ്കിലും? അവർക്ക് അവാർഡ് കൊടുക്കണമെന്ന് പറയും. ആരുമില്ല കേട്ടോ. 3 പേർക്ക് വേണേൽ പ്രത്യേക സമ്മാനം കൊടുക്കാം. ഞാൻ ഇന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. സമ്മാനം കൊടുക്കേണ്ടതാണ് 3 മക്കളുള്ളവർക്ക്. 4-5 ഉണ്ടോ? 4 ഉണ്ട് കേട്ടോ, കൊള്ളാം. ഞാനിപ്പം ഞങ്ങളുടെ ചെറുപ്പക്കാരോടൊക്കെ പറയാറുണ്ട്, എൻ്റെ പൊന്നു മക്കളെ, നാം 2 നമുക്ക് 5. അവരത് പറയത്തില്ല. അവർ നാം 2 പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. നമുക്ക് 5 നിങ്ങൾ എന്ത് പറയത്തില്ല. ഒരു 5 മക്കളൊന്നും ഇല്ലാതെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ നിലനിൽക്കുമെന്ന് നിങ്ങളാരും ചിന്തിച്ചേക്കരുത് കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് വലിയ സാമ്പത്തികമായി സുസ്ഥിരതയുണ്ടാവണം, അവർക്ക് ഒരു കുഴപ്പം ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര കണക്കൂട്ടലുകളെല്ലാം നടത്തി കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യേ? ഇപ്പം സമാജംകാരെല്ലാം വീട്ടിൽ പത്രവും വായിച്ചിരിപ്പുണ്ട്. രാവിലെ പത്രം നേരെ പിടിച്ച് വായിക്കും, ഉച്ച കഴിയുമ്പം തല തിരിച്ച് പിടിച്ച് വായിക്കും. കാരണം ഇഷ്ടം പോലെ സമയം വെറുതെ ഇരിക്കുകയാണ്, ബോറടി. പിന്നെ കെട്ടിയവൻ്റെ മുഖവും കാണണ്ട ഈ പത്രം ഇങ്ങനെ പിടിക്കുമ്പം. അത് ഭയങ്കര ബോറായതുകൊണ്ട്. അപ്പോൾ വായനയോട് വായന. ആരാണ്ട് പറഞ്ഞ പോലെ പലരും എഴുത്തമ്മമാരായെന്ന്. എഴുത്താണ്, തല ഉയർത്തുന്നില്ല. കാരണം മടുപ്പാണ്, പരിപാടിയൊന്നുമില്ല, വീട്ടിൽ ഇരിക്കുക. ഞാനിങ്ങനെ ഓരോ ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പം ചിലർ സ്നേഹത്തോടെ മക്കളെയൊക്കെ വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കും. ആ പിള്ളേർ പറയുന്ന ഭാഷ നമുക്ക് പോലും മനസ്സിലാകത്തില്ല. ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഇംഗ്ലീഷൊന്നും നമുക്ക് പോലും പിടികിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഈ അമ്മച്ചിക്ക് പിടികിട്ടുമോ? ഇല്ല. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ആരാണ് കാരണക്കാരായി? എൻ്റെ മോൻ അമേരിക്കയിലാന്നൊക്കെ എന്നാ ഗമയ്ക്കാ പറഞ്ഞു കിടക്കുന്നേ. എന്നിട്ട് ഈ പിള്ളേർ എന്ത് ചെയ്യും? ഒരു പിടിയില്ല. അതാണ് നമ്മുടെ ഒരു നമ്മൾ തന്നെ സ്വയം കുഴി കുഴിച്ചുകൊണ്ട്, അതിന് വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി കുഴിച്ച് ഈ പോക്ക് പോയാൽ ജനസംഖ്യയെല്ലാം കുറഞ്ഞു രാഷ്ട്രീയക്കാരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒരു കാലം വരും. കാരണം അവർക്ക് വോട്ടുള്ളവൻ്റെ പിന്നാലെ അവർ പോകും. അവരെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്ത വേണം. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് പിള്ളേർ കുറഞ്ഞു പോയെന്ന് ഞാൻ പറയാം. വളർത്താൻ ധൈര്യമില്ലാണ്ട് പോയി. അത്ര തന്നെ. എൻ്റെ അപ്പനും അമ്മയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. 7ാമനാണ് ഞാൻ. നിങ്ങളുടെ ടൈപ്പ് വല്ലോ മാതാപിതാക്കളായിരുന്നെങ്കിൽ ഞങ്ങളുടെ 4 പേരുടെ കാര്യം ഭയങ്കര തൃശങ്കുവിലായിപ്പോയാൻ അല്ലേ. 7ാമനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അപ്പോൾ ആരാണ്ട് പറഞ്ഞു ഞങ്ങളുടെ സഭ രക്ഷപ്പെട്ടേനെന്ന്. 7ാമൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ സഭ രക്ഷപ്പെട്ടേനെ. കാരണം അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ധൈര്യമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കാരണവന്മാർക്ക് 12 മക്കളും 16 മക്കളും ഒക്കെ ഉണ്ടായത് വലിയ സാമ്പത്തിക സുരക്ഷിതത്വവും അവർക്ക് പഠിക്കാനായിട്ട് വലിയ AC, എയർ കണ്ടീഷൻ സ്കൂളും ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല. അവർക്ക് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ. അതാണ് ഈ നാട്ടിൽ, നമ്മുടെ മധ്യ കേരളത്തിൽ ഇത്രയും മക്കളെ എല്ലാവരും കൂടെ വളർത്താൻ സ്ഥലമില്ലാണ്ടായപ്പോൾ എല്ലാവരും കൂടെ കെട്ടി മലബാറിന് പോയി. അവിടെ ചെന്ന് മലമനിയെല്ലാം പിടിച്ച് ആദ്യം ചെന്നവരെല്ലാം മരിച്ചുപോയി. എന്നിട്ട് നിർത്തിയോ? ഇല്ല, പിന്നെയും പോയി. നല്ല ധൈര്യമുള്ള ഒരു ജനതയായിരുന്നു ക്രൈസ്തവ സമൂഹം. ഇപ്പം നമ്മുടെ പിള്ളേർക്ക് വല്ലതിനും ധൈര്യമുണ്ടോ? ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ല. അതാണ്, ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയതിൻ്റെ പിന്നിൽ ആരാണ് നമ്മൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഇതുങ്ങളെ പൊതിഞ്ഞ് വളർത്തി പ്ലാസ്റ്റിക് കൂട്ടിലിട്ട് പിള്ളേരെ വളർത്തുന്ന പോലെ വളർത്തി. ഒരു ജോലിയും ചെയ്യിക്കത്തില്ല. അവന് ഒന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെ മിടുക്കരാകുന്നത് ജീവിതത്തിലെ കുരിശുകൾ എടുത്താണ് അവർ മിടുക്കരാകുന്നത്. ധൈര്യം എടുക്കുന്നത് എങ്ങനെയാണ്? ജോലിയൊക്കെ ചെയ്താണ്. അവൻ്റെ കൈയും കാലും ഒക്കെ നല്ല ഇപ്പം നമ്മുടെ എത്ര ആൺപിള്ളേർ സ്വന്തം തുണി കഴുകും? വളരെ കുറവാണ്. കാരണം എന്നാ? നമ്മുടെ ന്യൂജൻ മമ്മിമാർ അവിടെ 2 ചിൽഡ്രനേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും തുണി കഴുകാനുള്ള സമയം എനിക്കുണ്ട്. അതുകൊണ്ട് ന്യൂജൻ മമ്മി കാറും ഒക്കെ ഓടിച്ച് മമ്മിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു കൊച്ചു കാർ മേടിച്ച് കൊടുത്തിരിക്കുന്നു. അതൊക്കെ ഓടിച്ച് എൻജിനീയറിംഗ് കോളേജിലോട്ടൊരു പോക്കുണ്ട്. എന്തിനാണ്?
കൊച്ചവിടെ കൊച്ചേ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കൊച്ചേ തൊട്ടിലിനകത്തോട്ട് ആട്ട മോൻ ആൺകുട്ടിയാണ്. അപ്പോൾ പിന്നെ വാത്സല്യം ശകലവും കൂടെ കൂടും. അവനെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല, ഒരു ജോലി അവനെ കൊണ്ട് ചെയ്യിക്കത്തില്ല. അവനവിടെ എൻ്റെ കൊച്ചിന് പഠിക്കാൻ ഒത്തിരി ഉള്ളതുകൊണ്ട് അവൻ അലക്കാൻ നേരമില്ല. അതുകൊണ്ട് അവനെ ഇട്ട് നാറ്റിച്ച് കുറേ തുണിയെല്ലാം അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് എടുത്തു വെക്കാൻ പോലും അവൻ അറിയത്തില്ല. അതെല്ലാം ഈ അമ്മ ചെന്ന് ഏണ്ട തിരിശേഷിപ്പ് പെറുക്കി എടുക്കുന്നത് പോലെ എടുത്ത് ഒരു ബാഗിലാക്കി ഒരു പുതിയ സെറ്റ് ഡ്രസ്സൊക്കെ കൊച്ചിന് കൊടുത്ത് കവളത്തൊരു നുള്ളും കൂടെ കൊടുത്തിട്ട് അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് വരിക. ഇവനൊന്നും അറിയത്തില്ല. ഇവന് കൈ അലക്കാൻ അറിയത്തില്ല, ഇവന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല, ഇവന് ആരെങ്കിലും കൊണ്ട് കൊടുത്താൽ തിന്നും. ഇവന് പൈസയുടെ വില അറിയത്തില്ല. അതാണ് ഏറ്റവും സങ്കടം. പണത്തിൻ്റെ വില അറിയത്തില്ല. ഒരു ജോലി ചെയ്യാൻ അവന് ധൈര്യമില്ല. അവനോട് മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യ, നമ്മുടെ ന്യൂജൻ മമ്മി വയ്യാണ്ട് കിടക്കുക, അവനും അമ്മയ്ക്ക് മരുന്ന് വേണം. മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അവനെ പറഞ്ഞു വിട്ടാൽ അവൻ പോയി ചോദിക്കുന്ന പലചരക്ക് കടയിലാണ്. അവന് മരുന്ന് കടയാണെന്ന് പോലും അറിയത്തില്ല. അത് ഞാൻ ചോദിച്ചു, അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു വരും. അത്ര തന്നെ. നമ്മൾ പ്രായോഗിക ബുദ്ധിയില്ലാത്ത, പരിശീലനമില്ലാത്ത കുറേ കുഞ്ഞുങ്ങളെയെല്ലാം ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് നമ്മൾ തന്നെ ഇതുങ്ങളുടെ ശേഷി, ഇതുങ്ങളുടെ വിഭവശേഷിയെ തളർത്തുകയാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ ക്രൈസ്തവ കുടുംബങ്ങളിലാണ് ഈ പിള്ളേരുടെ പാമ്പറിങ് എന്ന് പറയും. ഇവരെ ലാളിച്ച് വഷളാക്കുന്ന പരിപാടി ഇച്ചിരി കൂടിപ്പോയി നമ്മുടെ കുടുംബങ്ങളിലാണ്. കാരണം 1, 2 ഉള്ളൂ. അതേസമയം പെമ്പിള്ളേർ ശകലം കൂടെ മിടുക്കലാണ്. നമ്മുടെയൊക്കെ പെമ്പിള്ളേർ നല്ല സ്മാർട്ടാണ്. കാരണം എന്നാ, അവർ ഈ അടുക്കളയിലൊക്കെ കയറി അമ്മയുടെ കൂടെ ജോലിയൊക്കെ ചെയ്ത് ശകലമെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഒക്കെ അവരങ്ങ് മിടുക്കരായിക്കോളും. ആൺപിള്ളേരെ ഇങ്ങനെ നമ്മൾ പുറകെ നടന്ന് കൊച്ചി രാജാവിൻ്റെ കൊച്ചുമോനെ പോലെ വളർത്തി അവസാനം അവൻ രാജകുമാരനും അവൻ കൽപ്പിക്കലും ഒക്കെയാണ്. അമ്മ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിൻ്റെ ദാസി അടിയത്തി പറഞ്ഞു അരുളി ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി വഷളാക്കുകയാണ്.